പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. LDF കൊണ്ടുവന്ന അവിശ്വാസം വിജയിച്ചതിനെ തുടർന്നാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുക. നിലവിലെ വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ ചെയർപേഴ്സൺ ആവാൻ സാധ്യത. LDF കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായതിനു പിന്നാലെയാണ് ദിയാബിനു പുളിക്കക്കണ്ടത്തിന് പാലാ നഗരസഭാ അധ്യക്ഷ സ്ഥാനം നഷ്ടമായത്. 12 അംഗങ്ങൾക്കൊപ്പം 4 കോൺഗ്രസ് അംഗങ്ങളും അവിശ്വാസത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. നിലവിലെ വൈസ് ചെയർപേഴ്സൺ മായ രാഹുലിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനാണ് LDFന്റെയും കോൺഗ്രസ് വിമതരുടെയും തീരുമാനം. നിലവിൽ സാധ്യത ഇപ്പം നഗരസഭ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഓട്ടോമാറ്റിക്കലി മായ രാഹുലാവും ചെയർപേഴ്സൺ. വൈസ് ചെയർമാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാവും. അത് ടൈം വ്യവസ്ഥയിലായിരിക്കും. അതെന്തായാലും എല്ലാവരും ഒന്നിച്ച് ഒരു നല്ല ഒന്നിച്ചുകൊണ്ട് തന്നെ ഞങ്ങളൊരു മുന്നോട്ട് പോകും. ഞങ്ങൾ പാർട്ടിക്കല്ല പാടുന്നത്, ഇവിടുത്തെ സ്വതന്ത്ര മുന്നണി, അതായത് നാടിൻ്റെ വികസനം ഒന്നും ഉണ്ടാക്കാത്ത ഒരു സ്വതന്ത്ര മുന്നണിക്കുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ LDFകാരായാലും UDFകാരായാലും ഞങ്ങൾ കൈ തരുന്ന ആരാണോ അവരെ ഞങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നഗരസഭയുടെ ഒരു വികസന സ്വപ്നം യാഥാർത്ഥ്യമാണ്. അത് LDFകാരാണ് തീരുമാനിക്കുന്നത്, ഞങ്ങളല്ലല്ലോ. അത് ഞങ്ങളൊരു തീരുമാനം എടുത്ത് അവരോട് പറയും. അവർ താല്പര്യമാണെങ്കിൽ അവർ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് ഉറപ്പുണ്ട്. അവരൊരിക്കലും ഞങ്ങൾ അംഗീകരിക്കാതിരിക്കില്ല. കാരണം അവരും ഈ സ്വന്തം മുന്നണിക്കെതിരെ വ്യക്തമായും ശക്തമായും എതിരായിട്ട് നിന്നവരാണ്. അപ്പോൾ അവർ ഉറപ്പായിട്ടും ഞങ്ങളെ പിന്തുണയ്ക്കും. നഗരസഭയിൽ LDFന് 12ഉം UDFന് 10ഉം കൗൺസിലർമാരുണ്ട്. പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേരും സ്വതന്ത്ര അംഗമായ മായ രാഹുലും ഉൾപ്പെടെ ആകെ കൗൺസിലർമാർ 26. അവിശ്വാസത്തെ പിന്തുണച്ച 3 കോൺഗ്രസ് അംഗങ്ങൾ മായ രാഹുലിനെ പിന്തുണയ്ക്കാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ LDFന്റെ 12ഉം 3 കോൺഗ്രസ് വിമത അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും ഉൾപ്പെടെ 16 പേരുടെ പിന്തുണ ലഭിച്ച് മായ രാഹുൽ പുതിയ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെടും. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.